ഹലോ മുത്തുമണീസ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 10th ഹിന്ദിയിലെ ഗിഡ്കി എന്ന നമ്മുടെ ആദ്യത്തെ പാഠമാണ്. അപ്പോൾ ഗിഡ്കി എന്ന് പറയുന്നത് ജനാല അല്ലെങ്കിൽ വിൻഡോ, ഇതാണ് ഈ പാഠത്തിൻ്റെ ടൈറ്റിലായിട്ട് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ചെറുകഥയിൽ ഒരു കുടുംബം നടത്തുന്ന ഒരു ട്രെയിൻ യാത്രയും അതിലുണ്ടാകുന്ന ചില അനുഭവങ്ങളുമാണ് ഈ ഒരു ചെറുകഥയിൽ പറയുന്നത്. ഭാര്യ, ഭർത്താവ്, 2 കുട്ടികൾ, ഇങ്ങനെ ഒരു ചെറിയൊരു കുടുംബമാണ് ഈ കഥയിലുള്ളത്. ഭർത്താവാണ് നമ്മളോട് ഈ ഒരു കഥ വിവരിക്കുന്നത്. ഓക്കെ, എത്തുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇതുപോലെയുള്ള ക്ലാസ്സുകൾ ഇനിയും കേൾക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ കഥയിലോട്ട് കടക്കുകയാണ്. ഡൽഹിയിൽ നിന്ന് ഹോഷിയാപൂർ എന്ന സ്ഥലത്തേക്ക് ഒരു കല്യാണം കൂടാൻ വേണ്ടിയിട്ടാണ് ഈ കുടുംബം പുറപ്പെടുന്നത്. ട്രെയിനിലാണ് യാത്ര. സാധാരണ ഇവർ ട്രെയിന് പോവുകയാണെങ്കിൽ AC കോച്ച് ബുക്ക് ചെയ്തിട്ട് അങ്ങനെയൊക്കെ നല്ല സുഖകരമായിട്ടുള്ള യാത്രയാണ് ചെയ്യാറുള്ളത്. പക്ഷേ ആ ഒരു സമയത്ത് കാലാവസ്ഥ നല്ല തണുപ്പുള്ള കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ ജനറൽ കോച്ചിൽ പോകാം എന്ന് അവർ തീരുമാനിക്കുകയാണ്. അങ്ങനെ അവർ പുറപ്പെടുന്നു. ഈ ഭാര്യയ്ക്കും കുട്ടികൾക്കും ജനറൽ കോച്ചിൽ പോകുന്നത് അത്ര വലിയ ഇഷ്ടമായിരുന്നില്ല. കാരണം ഒരുപാട് ആളുകൾ കയറും, അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് അതൊന്നും ഇഷ്ടമായിരുന്നില്ല. പക്ഷേ ഭർത്താവ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പോൾ ആരും തന്നെ അതിനെ എതിർക്കാനൊന്നും നിന്നില്ല. എല്ലാവരും ജനറൽ കോച്ചിൽ തന്നെ പോകാം എന്ന് തീരുമാനിക്കുന്നു. 8 മണിക്കൂർ യാത്രയാണ് ഡൽഹിയിൽ നിന്ന് ഹോഷിയാപൂർ എന്നുള്ള ആ സ്ഥലത്തേക്കുള്ളത്. സീറ്റുകളെല്ലാം തന്നെ മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവർ. അതുകൊണ്ട് തന്നെ ട്രെയിനിൽ കയറിയ ഉടനെ കുട്ടികൾ 2 പേരും ഓടിപ്പോയിട്ട് വിൻഡോ സീറ്റിൽ ഇരുന്നു. അവർക്ക് അതാണല്ലോ ഇഷ്ടം. നമ്മളും ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ വിൻഡോ സീറ്റാണല്ലോ നമ്മൾ പ്രിഫർ ചെയ്യുക. അങ്ങനെ മാതാപിതാക്കൾ സാധനങ്ങളെല്ലാം ഒതുക്കി വെച്ച് സമാധാനത്തോടെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവരൊരു ശബ്ദം കേട്ടത്. ദീദി, ജമ്മുവിലെ ഷാളാണിത്, വളരെ നല്ല ക്വാളിറ്റി ഉള്ളതാണ്, വാങ്ങിക്കോളൂ. അങ്ങനെ ഒരു ശബ്ദം കേൾക്കുന്നു. ശബ്ദം കേട്ട് നോക്കിയപ്പോൾ അവർ കണ്ടത് ഒരു ഇരുണ്ട നിറത്തിലുള്ള കണ്ണുകളൊക്കെ എഴുതിയ നല്ല സുന്ദരിയായിട്ടുള്ള ഒരു യുവതി. അവർ ഒരുപാട് നിറത്തിലുള്ള ഷാളുകൾ അടങ്ങിയിട്ടുള്ള ഒരു ഭാണ്ഡം പിടിച്ചു നിൽക്കുകയാണ്. അങ്ങനെ ആ വിൽപ്പനക്കാരിയായിട്ടുള്ള ആ യുവതി ഈ കഥയിലെ ഭാര്യയെ, അതായത് ഈ കുട്ടികളുടെ അമ്മയെ ഓരോന്ന് പറഞ്ഞ് ആ ഷാളുകൾ വാങ്ങിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങുന്നു. എത്ര രൂപയാണ്? കുട്ടികളുടെ അമ്മ ചോദിക്കുന്നു. ഭാര്യ ചോദിക്കുന്നു. 800 രൂപയാണ് എന്നാണ് ഷാൾ വിൽപ്പനക്കാരിയായിട്ടുള്ള ആ യുവതി മറുപടി പറഞ്ഞത്. ആ വില അധികമാണെന്ന് കുട്ടികളുടെ അമ്മ പറഞ്ഞപ്പോൾ കൂടുതൽ പീസ് എടുക്കുകയാണെങ്കിൽ, കൂടുതൽ ഷാളുകൾ എടുക്കുകയാണെങ്കിൽ വില കുറച്ച് തരാം എന്ന് ആ വിൽപ്പനക്കാരി മറുപടി കൊടുക്കുകയാണ്. അതെന്തിനാ കൂടുതൽ എണ്ണം? എനിക്കെന്താ പുതിയ കട തുടങ്ങാനാണോ? ഇങ്ങനെ ഒരു മറുപടിയാണ് ആ കുട്ടികളുടെ അമ്മ കളിയാക്കിക്കൊണ്ട് കൊടുത്തത്. അപ്പോൾ കൂടുതൽ എണ്ണം വാങ്ങിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സഹോദരിമാർക്കോ അല്ലെങ്കിൽ മരുമക്കൾക്കോ എല്ലാം കൊടുക്കാലോ എന്ന് ആ വിൽപ്പനക്കാരി, ആ യുവതി പറയുകയാണ്. ഭർത്താവ് കുട്ടികളുടെ അമ്മയോട് അതൊന്നും വാങ്ങണ്ട എന്ന് ആംഗ്യം കാണിച്ചെങ്കിലും ഭാര്യ അതൊന്നും വകവെച്ചില്ല. ശേഷം 5 പീസ് എടുത്താൽ എത്ര രൂപക്ക് തരും എന്ന് വിൽപ്പനക്കാരിയായ ആ യുവതിയോട് ഈ ഭാര്യ ചോദിക്കുന്നു. ഓരോ പീസിനും 200 വെച്ച് തരാം എന്നായി ആ യുവതി. അപ്പോൾ ഭാര്യ വില പേശാൻ തുടങ്ങി. 100 രൂപക്ക് തരികയാണെങ്കിൽ താൻ വാങ്ങാമെന്നായി ഭാര്യ. 100 രൂപ വളരെ കുറവാണ് ദീദി, ഇടറിയ സ്വരത്തിൽ ആ വിൽപ്പനക്കാരി മറുപടി കൊടുത്തു. ആ യുവതിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അപ്പോൾ 100 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ആ വിൽപ്പനക്കാരി സങ്കടത്തോട് കൂടിയിട്ട് അത് പറ്റില്ല എന്ന് പറയുകയാണ് ഇവിടെ. ശേഷം ഭാര്യ 150 രൂപക്ക് എടുത്തുകൊള്ളാം എന്നാണ് ആ യുവതിയോട് പറയുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ആ യുവതി, വിൽപ്പനക്കാരി, സമ്മതിക്കുന്നു. ശേഷം ഇഷ്ടമുള്ള കളർ തിരഞ്ഞെടുക്കാൻ വേണ്ടി വിൽപ്പനക്കാരി ആവശ്യപ്പെടുന്നു. അവർ തൻ്റെ തോളത്തുള്ള ആ ഭാണ്ഡം നിരത്ത് വെച്ച് ഷാളുകൾ ഭാര്യയ്ക്ക്, ആ കുട്ടികളുടെ അമ്മക്ക് കാണിച്ചു കൊടുക്കുന്നു. ഭാര്യ 5 എണ്ണം എടുത്തിട്ട് അതിനുശേഷം പൈസ കൊടുക്കാൻ വേണ്ടി ഭർത്താവിനോട് ആംഗ്യം കാണിക്കുന്നു. ഭർത്താവ് 5 ഷോളുകൾക്കായി 750 രൂപ, ഒന്നിന് 150 ആണല്ലോ, അങ്ങനെ 750 രൂപ ആ വിൽപ്പനക്കാരിക്ക് കൊടുത്തു. അങ്ങനെ ആ വിൽപ്പനക്കാരി പോകുന്നു. അതിനുശേഷം കുറച്ചുകൂടി വില പേശിയിരുന്നെങ്കിൽ കുറച്ചുകൂടി വില കുറച്ച് കിട്ടുമായിരുന്നു എന്ന് ആ ഭാര്യ ഭർത്താവിനോട് പറയുന്നു. തൻ്റെ മകളെ ഇങ്ങനെ മടിയിലിരുത്തി പുറത്തേക്ക് നോക്കിയിരിക്കുകയായിരുന്നു നമ്മുടെ ഭർത്താവ്. പെട്ടെന്ന് അയാളുടെ ചിന്തകൾ അയാളുടെ കഴിഞ്ഞ കാലത്തേക്ക്, കുട്ടിക്കാലത്തേക്കൊക്കെ അങ്ങനെ പോകുന്നു. ഈ ഭർത്താവിൻ്റെ അച്ഛനും ട്രെയിനിൽ ഇങ്ങനെ സാധനങ്ങളൊക്കെ വിറ്റിരുന്ന, അങ്ങനെ ജീവിച്ചിരുന്ന ഒരാളായിരുന്നു. വളരെ ക്ഷീണിച്ച, സങ്കടം നിറഞ്ഞ മുഖത്തോടെയാണ് പലപ്പോഴും ആ അച്ഛന് വീട്ടിൽ വൈകിട്ട് മടങ്ങിയെത്തിയിട്ടുണ്ടായിരുന്നത്. നമ്മളുടെ ഭർത്താവ് ഇങ്ങനെ ഓർത്തെടുക്കുകയാണ്. അച്ഛൻ്റെ കണ്ണിൽ താൻ പലപ്പോഴും കണ്ടിരുന്ന ആ നനവാണ് താൻ ഇന്ന് ആ വിൽപ്പനക്കാരിയുടെ കണ്ണിലും കണ്ടത് എന്ന് ആ ഭർത്താവ് തിരിച്ചറിയുന്നു. ഈ ഒരു ടൈമിലാണ്, ഇത്രയും പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു കഥ അവസാനിക്കുന്നത്.
സോ നിങ്ങൾക്കെല്ലാവർക്കും ഈ കഥ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എൻ്റെ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.